ഡോക്ടർ പ്രേംകുമാർ, ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, SFIക്ക് നേരെ ഇപ്പോൾ ഒരുപറ്റം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഒരു സ്വഭാവം, അതിൻ്റെ സമീപന രീതി ഒരു ഭാഗത്ത് നിൽക്കുന്നു. നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രതിപക്ഷം അതിനെ സമീപിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി അതിനെ അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അതാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ്, രക്ഷാകർതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന നിലയിലേക്ക് അതിനെ സ്ഥാപിച്ചെടുക്കും വിധം കൊണ്ടുവരാനുള്ള ശ്രമം. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മറുപടി കുറെ കൂടി വസ്തുനിഷ്ഠമായി നമ്മൾ മാറി പരിശോധിച്ചാൽ തിടുക്കത്തിൽ പ്രതിപക്ഷവും KSUവും ഒക്കെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗവുമൊക്കെ തിടുക്കത്തിൽ ഇതിലൊരു വിധിയെഴുത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ തോന്നുന്നു. ഇപ്പോൾ ഈ ചർച്ചയിലും അത് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവിടെ ഒരു തർക്കമുണ്ട്, നിരവധി കേസുകൾ വന്നിട്ടുണ്ട്, പോലീസ് അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണത്തിൽ നിന്ന് പലതും പുറത്തു വരേണ്ടതുണ്ട്. പുറത്തു വരുന്ന വിവരങ്ങൾ വരുമ്പോൾ പലപ്പോഴും പിന്നീട് ഇതേക്കുറിച്ചൊന്നും ആർക്കും താല്പര്യവും വർത്തമാനവും ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ഈ വിവാദങ്ങളിലൂടെ ഒരു സംഘടനയെ ബ്രാൻഡ് ചെയ്യാനുള്ള, മോശമാണോ എന്ന് താറടിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം മനസ്സിലാക്കാം. അതിൽ തന്നെ ഈ മാധ്യമങ്ങൾ ഏതും വിധത്തിലാണ് ആ വിഷയത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ മാധ്യമങ്ങളും പ്രതിപക്ഷവും സംയുക്തമായി മുഖ്യമന്ത്രിക്കെതിരെ ഏത് സാഹചര്യത്തെയും കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ ഇന്നും കണ്ടത്? പ്രേംകുമാർ, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ, ഈ വിഷയത്തെ, ഇന്നൊക്കെ ഉണ്ടായ സഭയിലടക്കം ഉണ്ടായ കാര്യങ്ങളെ വിലയിരുത്തുന്നത്? അതായത് ഈ വിഷയം 2-3 ദിവസമായിട്ടുള്ളതാണ്. കൊയിലാണ്ടി കോളേജിലെ സംഭവങ്ങൾ, അതിനുശേഷമാണ് കാര്യവട്ടം ക്യാമ്പസിലുള്ളത്. ഇന്ന് അതിനോട് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് വളരെ കൺസ്ട്രക്റ്റീവായ രീതിയിലാണ്. അതായത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ പക്ഷത്തു നിന്ന് ഉണ്ടാവുന്ന പെശകുകളെ കൂടെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സംഘടനകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാഥമികമായിട്ടും മുഖ്യമന്ത്രി സ്റ്റേറ്റിൻ്റെ ഹെഡ് അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻ ആണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നത്, കാര്യം ഈ പാനലിൽ ഒരുപക്ഷെ ഉണ്ടാവേണ്ടിയിരുന്നത് അഡോളസൻസ് ബിഹേവിയറിനെ പറ്റി കൂടെ സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരുന്നു. അതായത് CPMൻ്റെ ഒരു പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളല്ല. എങ്കിൽ പോലും 25 വർഷം ഡിഗ്രി PG കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. 13 വർഷം പ്രൈവറ്റ് കോളേജുകളിലും പാരലൽ കോളേജുകളിലും 12 വർഷം ഒരു എയ്ഡഡ് കോളേജിൽ 25 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഏജിലുള്ള കുട്ടികൾ ഇപ്പോൾ SFIയിലായിരുന്നാലും KSUവിലായിരുന്നാലും അതിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് 15 മുതൽ പരമാവധി 22 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അവരുടെ നേതാക്കൾ SFIയുടെ പുതിയ നിയമം അനുസരിച്ച് 26 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ ഉണ്ടാവുന്ന ബ്ലോ അപ്പ് ചെയ്യുന്ന ഇൻസിഡൻസ് എല്ലാം തന്നെ എല്ലാത്തിലും നിങ്ങൾക്ക് ആ തരത്തിലുള്ളൊരു എലിമെൻ്റ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതായത് ആ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഉണ്ടാവുന്ന രാഷ്ട്രീയമോ ബിഹേവിയറലോ പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ ഒക്കെ അവരുടെ റെസ്പോൺസിൻ്റെ പ്രശ്നങ്ങൾ കൊയിലാണ്ടി കോളേജിൽ ഉണ്ടായ സംഭവത്തിൽ അത് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ല, അത് മറ്റൊരർത്ഥത്തിൽ പ്രേംകുമാർ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. പ്രേംകുമാർ, ഒരു നിമിഷം ഇപ്പോൾ കൊയിലാണ്ടിയെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ ഇന്ന് മട്ടന്നൂരിൽ നിന്നൊരു വാർത്ത വന്നു. KSU പ്രവർത്തകർ, KSUവിൻ്റെ ജില്ലാ ഭാരവാഹി തന്നെ അവിടെ കോളേജിലെത്തി മട്ടന്നൂർ കോളേജ് പ്രിൻസിപ്പളിനെ എടാപോടാ വിളിക്കുന്നു. അവസാന പ്രിൻസിപ്പൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എന്താ എന്നെ വിളിച്ചതെന്ന് തിരിച്ചു ചോദിക്കുന്ന നില അവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് വാർത്തകളിൽ വൈകുന്നേരം വന്നത്. പ്രേംകുമാർ, അതെ, അതായത് ആ ഒരു റെസ്പോൺസിലുള്ള പക്വത ഇല്ലായ്മ എന്നൊക്കെ കാണാൻ പറ്റും. അതായത് ഹെൽപ്പ് ഡെസ്ക് ഇടാൻ പാടില്ല എന്ന് കോളേജിലെ കുട്ടികളോട് പറഞ്ഞാൽ ചെയ്യേണ്ടത് ആ കുട്ടികൾ തന്നെ അവിടെ ധർണ പോലെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കും എന്ന് ജനാധിപത്യപരമായിട്ട് പറയാണ് വേണ്ടതെന്ന് അറിയാതെ അവർ പെട്ടെന്ന് ചെയ്യുന്നത് അവരുടെ ലീഡേഴ്സിനെ വിളിക്കുകയാണ്. എന്നാൽ ലീഡേഴ്സ് അവരോട് നിങ്ങൾ തന്നെ അവിടെ ധർണ ഇരിക്കും എന്ന് പറയുന്നതിന് പകരം ലീഡേഴ്സ് എല്ലാവരും കൂടി കേടി വന്നിട്ട് ആ ടിപ്പിക്കൽ സിനിമയിൽ കാണുന്ന SFI ഡയലോഗ് ഉണ്ടല്ലോ, SFI തീരുമാനിച്ചാൽ ഇരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പറയാണ്. കൂട്ടത്തിൽ ഒരുവന് തല്ല് കിട്ടി അവൻ്റെ ചെവി പൊട്ടിക്കഴിയുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ, അതായത് ഒരു മെച്ചുവർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ചെയ്യുന്നതാണ് ആ തല്ലിയ മാഷെ കേസിൽപ്പെടുത്തി അതിന് നിയമവിധേയമായ, ഇപ്പൊ സുമേഷ് ആയിരുന്നു അവിടെയെങ്കിൽ അങ്ങനെ ആയിരുന്നു ചെയ്യുക. പക്ഷേ കുട്ടികളുടെ വളരെ സ്പോണ്ടേനിയസ് ആയ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറിയിട്ട് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ കാണുന്ന മിസ്റ്റേക്സിനെ രാഷ്ട്രീയമായിട്ട് ഓൺ ചെയ്യാതെ അതിനെ തള്ളിപ്പറയാനും കറക്റ്റ് ചെയ്യാനും ചെയ്യുക എന്നുള്ളതാണ് SFIയുടെ ലീഡർഷിപ്പും CPMൻ്റെ ലീഡർഷിപ്പും അല്ലെങ്കിൽ സർക്കാരും ചെയ്യേണ്ടത്. ഇതിനു മുന്നേ SFI പ്രതിരോധത്തിലായിരുന്ന 2 സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ വെട്ടിവെച്ചു. ഒരു നിമിഷം വൈകാതെയായിരുന്നു കേരളത്തിലെ സർക്കാരും CPM കേന്ദ്ര കമ്മിറ്റിയും വരെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ എന്ത് ഉടായ്പ ചെയ്തെന്നുള്ളത് വേറെ കാര്യം. സിദ്ധാർത്ഥിന്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. അതായത് റാഗ് ചെയ്യുന്ന
ഒരു പെൺകുട്ടിയോട് പറഞ്ഞു എന്നൊക്കെയുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന കുട്ടികളുടെ കൂടെ ഒരു കാരണവശാലും നിന്നുകൂടാ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും. പക്ഷെ അവിടുത്തെ SFI യൂണിറ്റ് അങ്ങനെ ആയിരുന്നു. ആ കാര്യത്തിൽ സിദ്ധാർത്ഥിന്റെ അമ്മയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു കേരളത്തിലെ സർക്കാരും പിണറായി വിജയൻ സർക്കാരും ചെയ്തിട്ടുള്ളത്. കൊയിലാണ്ടിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളെ ഇത് കുട്ടികളാണെന്നും അഡോളസൻസ് ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ് റെസ്പോണ്ട് ചെയ്യാൻ VD സതീശൻ അറിയാഞ്ഞിട്ടല്ല. ഇവരുടെ മധ്യമേഖല ക്യാമ്പിൽ വെച്ചിട്ട് അതിൽ പങ്കെടുത്ത 90% ആളുകളും വെള്ളമടിച്ച് പൂസായിരുന്നു എന്ന് നമ്മളല്ല, ശരത്തല്ല പറഞ്ഞത്. KSUവിന്റെ തന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എങ്ങാണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ VD സതീശൻ അതിനെപ്പറ്റി പറഞ്ഞെന്തായാലും അത് കുട്ടികളല്ലേ, മനസ്സിലാകാവുന്നതാണ്. കുട്ടികളാണ്, ഒരു തണുപ്പുള്ള സ്ഥലത്ത് കൂടുന്നു, അവരെല്ലാവരും നാടൻ വാറ്റ് കൊണ്ടുവരുന്നു, അടിയുണ്ടാക്കുന്നു. ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാതെ SFI എന്നുള്ള സംഘടന എന്നുള്ളത് ഒരു ഭീകര സംഘടനയാണെന്നും ഇതിനെ നിരോധിക്കണമെന്നും, ഇത് വെറുതെ അല്ല, SFIയെ നിരോധിക്കണമെന്ന് ഹൈബി ഈഡൻ ലോക്സഭയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് എഴുതുകയുണ്ടായി, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഘപരിവാറിന്റെ കൊട്ടേഷൻ എടുത്ത് കേരളത്തിൽ വന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അടപടലം കൊല വിളിച്ച് കൊളമാക്കുന്ന ഒരാൾക്കെതിരെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സർഗാത്മകമായ രാഷ്ട്രീയ പ്രതിരോധം തീർത്തത് SFI ആയിരുന്നു. LDFിനേക്കാളും CPMനേക്കാളും DYFഐയേക്കാളും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനവും ആ ചേരിയും ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അവരിൽ ചെറിയ പ്രവർത്തകരിൽ നിന്നുണ്ടാവുന്ന പെശകുകളെ തിരുത്തിക്കൊണ്ട്, അതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇവരിൽ നിന്ന് പെശകുകൾ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കാറുണ്ട്, തിരുത്തിക്കാറുണ്ട് എന്ന് കരുതിയിട്ട് ഇതെന്തോ ഭയങ്കര മാഫിയ കൂട്ടമാണ്, എല്ലായിടത്തും ഇടുമുറികളാണ് എന്നുള്ള നെറേറ്റീവ് കൊണ്ടുവരുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ്. കാരണം നോക്കൂ, കേരളത്തിൽ UDFനും LDFനുമുള്ള വോട്ട് ഷെയർ നിങ്ങൾ നോക്കൂ, ഏകദേശം തുല്യമാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഇലക്ഷൻ UDFനാണ് കൂടുതലുള്ളത്. പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ SFIക്കും KSUവിനുള്ള റെപ്രസെന്റേഷൻ നോക്കൂ, ഒരു 80% കൂടുതൽ SFI ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പകുതിയിൽ കുറച്ചു മാത്രം ആളുകൾ LDFന്റെ കൂടെ നിൽക്കുമ്പം 90% കുട്ടികളും SFIയുടെ കൂടെ നിൽക്കുന്നു. ഒരു ഭീകര സംഘടനയാണെങ്കിൽ അങ്ങനെ നിൽക്കില്ല, മുഴുവൻ ഇടിമുറികളാണെങ്കിൽ അങ്ങനെ നിൽക്കില്ല. കുട്ടികളുടെ ആലോചനകൾക്കനുസരിച്ച് ഏതൊക്കെയോ തരത്തിൽ അവർ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് കൂടെയാണ് കുട്ടികൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം SFI ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ളതല്ല. നേരത്തെ പറഞ്ഞതുപോലെ 26 വയസ്സുവരെ പ്രായമുള്ളവരാണ് അവരിൽ നിന്നുണ്ടാവുന്ന മിസ്റ്റേക്കുകളെ ക്രിയേറ്റീവായിട്ട് ഉത്തരവാദിത്വത്തോടെ തിരുത്താനും വിമർശിക്കാനുള്ള ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ചെയ്യേണ്ടത്. ഇവിടെ അതല്ല. മീഡിയ അടക്കം, മുൻ SFIക്കാരാണെന്ന് വാദിക്കുന്ന കുറെ ആളുകൾ അടക്കം ചേർന്നില്ല മീഡിയ അടക്കം ചെയ്യുന്നത് SFI സമം ഭീകരത, SFI ആണ് ഏറ്റവും കുഴപ്പം, ഇത് ഇല്ലാതായാലേ കേരളം നന്നാവുള്ളൂ. ഞാനുണ്ടായിരുന്ന കാലത്ത് SFI മനോഹരമായ സംഘടനയായിരുന്നു, ഞാൻ ഇറങ്ങിയതിന് ശേഷം അത് കംപ്ലീറ്റ് പോയി എന്നുള്ള ഒരു നെറേറ്റീവ് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ നെറേറ്റീവിലേക്ക് അറിയാതെ പോയി വീഴുന്നുണ്ട് SFIയുടെ താഴത്തെ ഘടകങ്ങളിലുള്ള കുട്ടികൾ. ഇതിനെ തിരിച്ചറിഞ്ഞ് കുറച്ചുകൂടെ ജാഗ്രതയോടെ അവരെ നന്നാക്കിയെടുക്കുകയും അവരെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സിവിൽ സൊസൈറ്റിയുടെ, UDFന്റെ ആയാലും LDFന്റെ ആയാലും ഉത്തരവാദിത്വം.